വടകര മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിൽ ആവിക്കൽ പാലത്തിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള ആശങ്കയാണ് ഇപ്പോൾ പ്രദേശവാസികൾക്കിടയിൽ ശക്തമാകുന്നത്. പാലത്തിൽ വിള്ളൽ വർദ്ധിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 50 വർഷത്തിലേറെ പഴക്കമുള്ള ഈ പാലം എത്രയും വേഗം പുതുക്കിപ്പണിയണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകര മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിലെ ആവിക്കൽ പാലം വിള്ളൽ വീണതിനെ തുടർന്ന് നാട്ടുകാർ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 50 വർഷത്തിലേറെ പഴക്കമുള്ള പാലം പുതുക്കിപ്പണിയണമെന്ന് നാട്ടുകാർ ദീർഘകാലമായി ആവശ്യപ്പെട്ടു വരികയാണ്. ഈ പ്രദേശത്തെ കടൽഭിത്തി നിർമ്മാണത്തിന് വേണ്ടി വൻ ഭാരം വഹിച്ചുള്ള ടോറസ് ലോറികൾ കടന്നുപോകുന്നത് പാലത്തിന്റെ ബലക്ഷയത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ്. ഇത്തരം വാഹനങ്ങൾ കടന്നുപോകുന്നത് നിയന്ത്രിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും കടൽഭിത്തിയുടെ പരിഗണന വെച്ച് കണ്ണടക്കുകയായിരുന്നു. ഇന്നു രാവിലെ 4 വലിയ ലോറികൾ കടന്നുപോയതോടെ പാലത്തിന്റെ ഒരു ഭാഗത്ത് വിള്ളൽ വർദ്ധിച്ചു. സ്ഥിതി ഗുരുതരമായതോടെ വാർഡ് കൗൺസിലർ PP വ്യാസന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ മാത്രമുള്ള സൗകര്യം നിലനിർത്തിയിട്ടുണ്ട്. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് തുടരുന്ന സാഹചര്യത്തിൽ കൈനാട്ടി വടകര നഗരം റൂട്ട് യാത്രയ്ക്ക് ഇരുചക്ര വാഹനക്കാരും കാറുകാരും ഓട്ടോക്കാരും ഈ വഴിയാണ് ആശ്രയിക്കുന്നത്. തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ പാലം എത്രയും വേഗം പുതുക്കിപ്പണിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ നഗരസഭയും MLAയും MP യും ഇടപെടണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിച്ചു. വടകര ടൗണിൽ നിന്ന് കുരിയാടി ഭാഗത്ത് കൊടുത്ത് നമ്മൾ കൈനാട്ടിയിലേക്ക് പോകുന്ന ഇപ്പം നമുക്കറിയാം നാഷണൽ ഹൈവേൻ്റെ ബ്ലോക്ക് വന്നതിന് ശേഷം ഏകദേശം വണ്ടികളൊക്കെ ഒരു സമാന്തര പാതയിൽ ഉപയോഗിച്ച് പോകുന്ന റോഡാണ് ഈ കുരിയാടി കൈനാട്ടി പോകുന്ന റോഡ്, ബീച്ച് റോഡ്. ഇതിപ്പോൾ ഈ പാലം ഏകദേശം 55 വർഷത്തിന് മേലെ പഴക്കമുള്ള പാലമാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ തീരദേശത്ത് സീവാള കെടുത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ടോറസ് വണ്ടികൾ നിരന്തരം വന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പാലത്തിൻ്റെ അടിത്തറ ഇളകിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഈ തൊട്ട് ബേക്കിൽ നിൽക്കുന്ന ഭാഗം ഏകദേശം ഒരു 15 സെൻറ്റിമീറ്ററോളം ഒരു ഭാഗം താണു പോയിട്ടുണ്ട്. നമ്മുടെ ഈ തീരപ്രദേശത്തുള്ള ഏകദേശം കുട്ടികൾ MM സ്കൂൾ, അതുപോലെ മേമണ്ടോ സ്കൂൾ, JNM ഈ സ്കൂളിലൊക്കെയുള്ള കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി നിരന്തരം വലിയ ബസ്സുകൾ ഈ റൂട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ അവിടെ അവസ്ഥയിൽ ആ കുട്ടികൾ കയറ്റി പോകുന്ന ബസ്സുകളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുള്ള ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ അടിയന്തരമായി ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒത്തുചേർന്നിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഒരു ഭാഗം അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു വാഹനങ്ങൾ പോകാൻ മാത്രമേ സൗകര്യമുള്ളൂ. അപ്പോൾ നമ്മളിത് നേരത്തെ നഗരസഭയോടും അതുപോലെ തന്നെ നമ്മുടെ MLAയോട് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പാലം അടിയന്തരമായി എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ടൗണുമായി ബന്ധപ്പെടാനും അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകാനുള്ള ആകെ ഒരു മാർഗ്ഗമാണിത്. നമുക്കറിയാം ഇത് കഴിഞ്ഞാൽ പിന്നെ ആകെ വരുന്നത് കൈനാട്ടി മുട്ടുകൾ ഭാഗത്തേക്ക്. ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്റർ അപ്പുറം പോയ ശേഷം മാത്രമേ നമുക്ക് ഹൈവേയിലേക്കും നാഷണൽ ഹൈവേയിലേക്കും അതുപോലെ മറ്റു റോഡുകളിലേക്കും ആക്സസ് ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പാലം പുനർനിർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശം ഒറ്റപ്പെട്ടു പോകുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് ഈ വലിയ പാലം നഗരസഭ എസ്റ്റിമേറ്റ് എടുത്ത പ്രകാരം ഏകദേശം 50 ലക്ഷം രൂപയോളം ചിലവ് വരുന്നതാണ് ഈ പാലത്തിൻ്റെ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് തുക കാണുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഭരണകർത്താക്കൾ MLA അതുപോലെ നഗരസഭ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ പ്രദേശത്തെ ഒറ്റപ്പെട്ടു പോകുന്ന ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് കരകയറ്റാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ എല്ലാവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.